പുനലൂർ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയോട് അവഗണനയെന്ന് ആക്ഷേപം. പുതിയ ബസ്സുകൾ നൽകുന്നത് വൈകുന്നു. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണ്. ദീർഘദൂര ബസ്സുകൾ ആരംഭിക്കണമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നു. കെ.എസ്.ആർ.ടി.സിക്ക് പുതിയ ബസ്സുകൾ ലഭിച്ചിട്ടും പുനലൂർ ഡിപ്പോയോട് കടുത്ത അവഗണന കാട്ടുകയാണെന്നാണ് പരാതി. മറ്റ് ഡിപ്പോകൾക്ക് പുതുതായി ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ്, ലിങ്ക് ബസ്സുകൾ അനുവദിച്ചപ്പോൾ പുനലൂരിന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് മാത്രമാണ് ലഭിച്ചത്. PS സുബാൽ MLA ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ്, മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഇതുവരെയും നടപ്പായിട്ടില്ല. സമീപ ഡിപ്പോകളിൽ നിന്ന് പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോഴും പുനലൂരിലെ പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണ്. പുതിയ ദീർഘദൂര സർവീസായ പത്തനാപുരം, കന്യാകുമാരി, തിരുവനന്തപുരം, തൊടുപുഴ സർവീസുകളും പുനലൂർ വഴിയല്ല സർവീസ് നടത്തുന്നത്. കിഴക്കൻ മേഖലയിലെ പ്രധാന ഡിപ്പോയായിട്ടും പുനലൂരിനെ അവഗണിക്കുന്നതിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. 4 വർഷം മുമ്പ് MLA പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കായംകുളം, പത്തനാപുരം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ചപ്പോഴും പുനലൂരിനെ അവഗണിക്കുകയാണ്. 2 വർഷം മുമ്പ് കളക്ഷൻ കുറഞ്ഞതിനാൽ നിർത്തിവെച്ച പുനലൂർ മൂന്നാർ സർവീസ് ഫാസ്റ്റ് പാസഞ്ചറായി പുനരാരംഭിക്കുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 1.5 വർഷം മുമ്പ് ഡ്രൈവർ കം കണ്ടക്ടർമാരുടെ കുറവ് മൂലം നിർത്തിവെച്ച പുനലൂർ വഴിക്കടവ് സർവീസും പുനരാരംഭിച്ചില്ല. 4 വർഷം മുമ്പ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പ്രഖ്യാപിച്ച കെ.എസ്.ആർ.ടി.സി ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോഴും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. പ്രധാനപ്പെട്ട ഇന്റർസ്റ്റേറ്റ് ഡിപ്പോ ആയിട്ടും സ്വന്തമായി കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്ത ഡിപ്പോയാണിത്. മുനിസിപ്പൽ കംഫർട്ട് സ്റ്റേഷൻ രാത്രി 9 മണി വരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് രാത്രി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഡിപ്പോയുടെ ഗ്യാരേജ്. മേൽക്കൂര തകർന്നതിനാൽ ജീവനക്കാർ ടാർപാളിൻ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടുന്നത്. ഡിപ്പോയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ കാരണം അടുത്തിടെയുണ്ടായ 2 അപകടങ്ങളിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി ഡിപ്പോ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സന്ദർശിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.